എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി കൂട്ടാനാണ്. ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്ന ഒരു തക്കാളിക്കറി. അത് നമുക്ക് എങ്ങനെ വേണം, ലൂസായിട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ലൂസായിട്ടോ, മീൻ വെക്കുന്ന പോലെ നമുക്ക് കുടംപുളി, അതിന് സ്പെഷ്യലായിട്ട് ഞാൻ കുടംപുളി ചേർക്കുന്നുണ്ട് അതിന്, തക്കാളി കൂടാതെ. അപ്പോൾ അതിൻ്റെ ഒരു മീൻ പറ്റിക്കുന്ന ഒരു ടേസ്റ്റും ഇതൊക്കെ കൊണ്ട് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു 3 തക്കാളി, പിന്നെ ഒരു 2 സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തേങ്ങ. ഇത് ചേർത്തിരിക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ചതച്ചല്ല, ഒരുവിധം അരച്ച്, നല്ലപോലെ അരച്ചിട്ടില്ല. പിന്നെ കടുവറക്കാനായിട്ട് ഇതുണ്ട്, ഉലുവയിട്ടാണ് കടുവറക്കുന്നത് നമ്മൾ. ഉലുവയിട്ട് നമ്മൾ കടുവറക്കും. പിന്നെ കറിവേപ്പില, കടുവറക്കാൻ ചുവന്നുള്ളി, ഉണക്കമുളക്, ഉപ്പ്, ഇത്രയാണ് സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളിക്കും സവാളയും കൂടെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, ലേശം കറിവേപ്പില. നമ്മൾ ഈ അരപ്പിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാലും ഇതിനൊരിച്ചിരി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപ്പും കൂടെ വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമുക്കെന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. മൺചട്ടിയല്ലേ, പെട്ടെന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇത്രയും വെള്ളം മതി. നമുക്കെന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ. തക്കാളി അധികം വേവാൻ അധികം നേരം, നമുക്ക് ഈ പുളിവെള്ളവും ഈ പുളിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പും കൂടി ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പിനകത്ത് എല്ലാം ഉണ്ട്. ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ്. ഇതൊന്ന് വെന്തോട്ടെ. പിന്നെ നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വെന്തോട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് വെള്ളത്തിൽ വെക്കുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇത് ഇങ്ങനെ ആയതുകൊണ്ട്, ഈ അരപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളത്തിൽ വേണ്ട, നമുക്കിങ്ങനെ മതി. നമുക്കിനി നോക്കട്ടെ, ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുടംപുളി ഒന്നുകൂടെ ഒന്ന് ഇരുന്നു. അപ്പം അത് ഇതിൻ്റെ പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉലുവാപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു 2 ഉലുവയിട്ട് കടുക് വറുക്കാം. അതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. മുളക്,
ഇതൊന്ന് മൂക്കട്ടെ. രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഈ കൂട്ടാൻ മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കണം. ഇതുപോലെ ചിലർ വെക്കുന്നില്ലെന്ന് പറയുന്നില്ല. ചിലർ തേങ്ങാപ്പാലൊക്കെയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. നമ്മൾ തക്കാളിക്കറി ഇത് കുടംപുളി ഇട്ട് വെക്കുന്നതാണ്. ഇതിന് നമ്മൾ കടുക് വറക്കുന്നതിന് കടുക് ചേർക്കത്തില്ല. കടുക് വേണ്ട, ഉലുവയിട്ട് നമ്മൾ കടുക് വറക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇതങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചോറിനും വേണം, നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാം. ഇത് അങ്ങനത്തെ ഒരു കറിയാണ്. നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം.